ഞാൻ നിങ്ങളുടെ സ്വന്തം സുഖമായിരിക്കും. ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു ഫിഷ് കറി ഉണ്ടാക്കണം. അതായത് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഫിഷ് കറി. ഞങ്ങൾ തൃശ്ശൂർക്കാരെ മസാലകളൊക്കെ കുറവേ ഇടുള്ളൂ, ഉലുവപ്പൊടി ഇടില്ല, എല്ലാം ഡിഫറെൻറ്റാണ് ഉലുവ. പക്ഷെ ഇപ്പോൾ തെക്കൻ സൈഡിലുള്ളവർ വെക്കണ കണ്ടിട്ട് എല്ലാവരും ഉലുവപ്പൊടി ഇട്ട് തുടങ്ങി. ഈവൻ ഞാനും ഇട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങ കൊണ്ട് ഒരു മാങ്ങ ചേർത്തിട്ട് ഫിഷ് വെക്കാമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എന്താക്കി എടുത്തിന് അടുപ്പില്ല ചൂടാക്കും. ചട്ടി ചൂടാകും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവുമ്പോൾ നമുക്ക് വായി എണ്ണ ചൂടായി ഇതാ ചുവന്നുള്ളി ഇടണം കേട്ടോ. വെളുത്തുള്ളി ചുവന്നുള്ളി കൂടി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉള്ളി മതി. രണ്ട് ഉള്ളി മതി. അത് അരിഞ്ഞ് വെച്ചത് ഒന്ന് വാട്ടിയെടുക്കണം. അത്ര മാത്രമേ. അതിലൊരു മുളക് ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒരുമിച്ച് വഴറ്റാം. വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി കൂടി 2 കരിവേപ്പില ഇട്ടു കേട്ടോ. കരിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് അധികം വേണ്ട, ഒന്ന് വാടി. അപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ എന്താ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒറ്റ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മീനിലെല്ലാം പറ്റിച്ചില്ല, 2 ടീസ്പൂൺ മുളക് പൊടി. തീ കുറയ്ക്കണം. തീ കുറച്ചിട്ട് ഇതൊന്ന് വരും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അത് കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഇത് കിടന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മാങ്ങ കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പിടുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടു കേട്ടോ. ഇതിപ്പോൾ നോക്കും. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ അതിൽ വരുന്ന കാലാവസ്ഥ കേട്ടോ. നല്ലോണം തിളച്ചിട്ട് മാങ്ങ തിളച്ചപ്പോൾ ഒരൊറ്റ മാങ്ങ, ഞാൻ തൊലി പോലും കളഞ്ഞില്ല കേട്ടോ. അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്, തൊലി കളയാതെ മാങ്ങ. ഇത് വേവട്ടെ. മാങ്ങ വേവായി. ഇനി ഫിഷ് ഇടാൻ പോകട്ടെ. മീൻ മുങ്ങി കിടക്കണ വെള്ളം, അധികം വെള്ളം വേണ്ട. തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതാ. ഇതിന് ചെറു തീയിൽ കാലാവസ്ഥ കേട്ടോ. അടച്ചു വയ്ക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ് ഞാൻ. നല്ലോണം തിളച്ചു, മാങ്ങ വെന്തു. ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് അധികം തിളയ്ക്കാണ്ട് പെട്ടെന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കേട്ടോ. ഇനി വാങ്ങി വെച്ച് അതിൽ ഉള്ളി മുളകും വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വാങ്ങി വയ്ക്കുക കേട്ടോ. ഉള്ളി പച്ചമുളകും ഉള്ളി കരിവേപ്പിലയും കൂടി ഞാൻ വീണ്ടും ഇട്ടു കേട്ടോ. അത് നല്ലൊരു സ്മെല്ല് വരും പുതിയതായിട്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചുറ്റിക്കൊടുത്ത് അത് കഴിഞ്ഞ് ആ കറി വാങ്ങി വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറായി. ഫിഷ് കറി തയ്യാറായി. എന്താ അതിൻ്റെ ഭംഗി നോക്കൂ. ഫിഷ് കറി തയ്യാറായി. എന്താ അതിൻ്റെ നിറം, എന്താ അതിൻ്റെ ഭംഗി നോക്കൂ, എന്താ സ്വാദ്. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കണില്ല. ഇപ്പോൾ സന്ധ്യ ചെയ്ത് കാരണം ഞാൻ ടേസ്റ്റ് നോക്കണില്ല. സന്ധ്യ കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യില്ല. വളരെ നല്ല കൂട്ടാനാണ്. ഇവിടെ കംപ്ലീറ്റ് വീട് മുഴുവൻ നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. തൃശ്ശൂർക്കാരുടെ കറി മോശമൊന്നുമല്ല കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, വെച്ച് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയണം, കമൻസ് എഴുതൂ കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതുമാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.